ഹലോ നമസ്കാരം. ദർശിന്ന് ടോൺസിലെക്ടമി സർജറി കഴിഞ്ഞിട്ട് 3 days ആയി. പക്ഷേ ഇപ്പോഴും ആൾക്ക് നല്ല പെയിനാണ്. ഫുഡ് കഴിക്കാനും സംസാരിക്കാനൊക്കെ ആൾ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ടോൺസിലെക്ടമിയുടെ റിക്കവറി ഫേസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഡിഫിക്കൽട്ടാണെന്ന്. ശരിക്കും ലാസ്റ്റ് 2 days ആയിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പല കൈൻഡ് ഓഫ് ഫുഡ് ഉണ്ടാക്കി ട്രൈ ചെയ്തു. പക്ഷേ ആൾക്കൊന്നും ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു 14 days ലാസ്റ്റ് ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 14 days കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് പെയിൻ കില്ലർ വെച്ചിട്ട് വേണം പെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മൾ പെയിൻ കില്ലർ കൊടുക്കും. പിന്നെ മാക്സിമം സോഫ്റ്റ് ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ദർശിക്ക് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദർശി ഇങ്ങനെ പെയിൻ കൊണ്ടും അതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ സ്ട്രഗിൾ ഇങ്ങനെ കാണുമ്പോഴത്തേന് എനിക്കത് ഭയങ്കര സങ്കടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും എൻ്റെ ഫീലിങ്സ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. അങ്ങനെ എൻ്റെ ദർശി നല്ല ബോൾഡായിട്ടുള്ള ഈ ഫേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഞാൻ ആൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു സൺഗ്ലാസ് ഒരു ഹാറ്റും ഗിഫ്റ്റ് ചെയ്തു. നല്ല ബോൾഡ്